ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് ഉള്ള പശകൾ നമ്മൾ സോൾവെൻറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ സാധാരണ ലെവലിൽ സാധാരണ PVC ഒട്ടിക്കുന്ന പശയുണ്ട്, CPVC ഒട്ടിക്കുന്ന പശയുണ്ട്, അതുപോലെ തന്നെ ASTM പൈപ്പ് ഒട്ടിക്കുന്ന പശയുണ്ട്. അതുപോലെ പല ടൈപ്പ് പശകൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ പൈപ്പിനും നമ്മൾ ഉപയോഗിക്കുന്ന പശകൾ ഓരോന്നും വ്യത്യാസമുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ പരിചയപ്പെടാം. ഈ മഞ്ഞ ടിന്ന് കാണുന്നത് നിങ്ങൾ കണ്ടോ, അത് CPVCക്ക് ഒട്ടിക്കുന്ന തന്നെ പശയാണ് വരുന്നത്. പല കമ്പനികളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ സുപ്രീമിൻ്റെ പശയാണ് നമ്മൾ കണ്ടത്. പിന്നെ മെയിനായിട്ട് വരുന്ന PVC, സാധാ PVCക്ക് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പശയാണ് സ്റ്റാർ എന്ന കമ്പനിയുടെ സ്റ്റാർ ബോണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റിൽ പല ടൈപ്പ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. മാരുതി, സുപ്രീം, അങ്ങനെ പല പ്രൊഡക്ട്സുകളും, പിന്നെ ബ്ലൂ എന്ന് പറയുന്ന കമ്പനിയുടെ, അങ്ങനെ പല പ്രൊഡക്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇനി MRP ഒന്ന് നോക്കുക. MRP നോക്കിയാൽ അറിയാൻ പറ്റും. 250 ഗ്രാമിന് ഏകദേശം വരുന്നത് 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ റേറ്റും അതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത നിങ്ങൾ കാണാനാണ്, അതിൻ്റെ ക്യാപ്പിലാണ് അതിൻ്റെ ബ്രഷ് വരുന്നത്. അതായത് റൗണ്ട് ചെയ്ത് ഈ ക്യാപ്പ് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്താണ് ബ്രഷ് വരുന്നത്. ആ ക്യാപ്പ് അഴിക്കുന്ന സമയത്ത് തന്നെ ബ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ തൂക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് CPVCയുടെ അകത്തും ഇതുപോലെ തന്നെയാണ് ക്യാനിൻ്റെ ഉള്ളിലാണ് ബ്രഷ് വരുന്നത്. ക്യാനിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ബ്രഷ് വരുന്നത്. അത് ഓരോ കമ്പനികൾക്കും ഓരോ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കമ്പനികളുടെ നോക്കി കഴിഞ്ഞാൽ പ്യൂർ വൈറ്റ് ആയിരിക്കും, ചിലത് ബ്ലൂ ആയിരിക്കും. ഇത് നമ്മുടെ സാധാ PVC ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പശ നമുക്ക് നോക്കാം. സാധാ PVC പൈപ്പാണ് വരുന്നത്. ഇത് തമ്മിൽ ഒട്ടിക്കുന്നതിന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സാധാ PVCയുടെ പൈപ്പായ സ്റ്റാർ ബോണ്ട് പോലത്തെ ഒരുപാട് കമ്പനികളുണ്ട്. സ്റ്റാർ ബോണ്ട് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന സ്റ്റാർ ബോണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ കാണുന്ന എല്ലാം തന്നെ PVC മെറ്റീരിയൽസ് ആണ്. സാധാ PVC മെറ്റീരിയൽസ് ആണ്. നമ്മൾ കോമൺലി എല്ലാ വീടുകളിലും അത്യാവശ്യം ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയലാണ്. സാധാരണ മറ്റു പ്രൊഡക്ട്സുകളെ അപേക്ഷിച്ച് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സാണ് PVC വരുന്നത്. PVC മതി നമ്മുടെ അത്യാവശ്യം വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട്. PVC ആണ് നല്ലത്. ഇനി അടുത്ത പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് CPVC ആണ്. CPVCയുടെ പശയാണ് ഈ കാണുന്നത്. CPVC ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാനിൽ തന്നെ വരുന്നത്, അതായത് എൻ്റെ അടപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ക്യാൻ വരുന്നു. ഇതൊരു മഞ്ഞ കളറിലുള്ള സോൾവെൻ്റാണ് വരുന്നത്. ഇനി അതിൻ്റെ MRP ജസ്റ്റ് ഒന്ന് നോക്കാം. 100 ഗ്രാമിന് 205 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ PVCയുടെ കണ്ടു, ഏകദേശം 260 രൂപ. 250 ഗ്രാമിനാണ് വരുന്നത്. ഇത് 100 ഗ്രാമിന് തന്നെ ഏകദേശം 200 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഈ CPVC എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറയാൻ മറന്നുപോയി. ഹോട്ട് വാട്ടർ, അതായത് ചൂടുവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകളെല്ലാം നമ്മൾ CPVC ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടി വരുന്ന പശ എന്ന് പറയുന്നത് CPVC പൈപ്പാണ്. അത് മെറ്റീരിയൽസ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഈ കളറിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഹോട്ട് വാട്ടറിൻ്റെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഹോട്ട് വാട്ടറിന് ഉപയോഗിക്കുന്ന PVC മെറ്റീരിയൽസ് ആണ്, CPVC മെറ്റീരിയൽസ് ആണ്. ഇത് ഒട്ടിക്കുന്നതിന് നമ്മൾ ഈ പശയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PVC ഒട്ടിക്കുന്നതിനൊരു പശ, CPVC പൈപ്പ് ഒട്ടിക്കുന്നതിന് ചൂടുവെള്ളത്തിന് വേണ്ടി ഒട്ടിക്കുന്നതിന് വേറൊരു പശ. ഇനി വേറെ ഉണ്ട് ASTM ഉണ്ട്. ASTM പൈപ്പ് എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് UPVC ഇതിന് വേണ്ടി ഒട്ടിക്കുന്നതിന് സെപ്പറേറ്റ് പശ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന സോൾവെൻറ്റുകൾ ഏകദേശമൊക്കെ ആയി. ഇനി അതിന് ശേഷം വരുന്നത് വെച്ചാൽ ഷെല്ലാക്ക്, അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. ഷെല്ലാക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഷെല്ലാക്ക്, ടെഫ്ലോൺ ടേപ്പ്, ഇതൊന്നും അത്യാവശ്യം വരുന്ന പ്രൊഡക്ട്സുകൾ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഷെല്ലാക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് 2 രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ കാണാറുണ്ട്. കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി ആയിട്ട് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ബുൾഡോഗിൻ്റെ, അതായത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളിത് തുറന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചില ഷെല്ലാക്കുകൾ നമ്മൾ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം പോലെ അംശമായിരിക്കും കൂടുതൽ വരുന്നത്. ഇത് നമുക്ക് ഫുൾ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ടാപ്പ്, അതുപോലെ തന്നെ ഇത് നമ്മൾ ടെഫ്ലോൺ ടേപ്പാണ് വരുന്നത്. ഈ ടെഫ്ലോൺ ടേപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് അതുപോലുള്ള ഏരിയകളിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പുകളൊക്കെ മുറുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ടെഫ്ലോൺ ടേപ്പാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഇത് രണ്ടിൻ്റെ ടാപ്പിൻ്റെ എന്തെങ്കിലും ത്രെഡ് വരുന്നുണ്ട്, ഔട്ടറിൽ ത്രെഡ് വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എന്തിലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇന്നറിലും ത്രെഡ് വരുന്നുണ്ട്. ഈ 2 ത്രെഡുകളും തമ്മിൽ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെഫ്ലോൺ ടേപ്പ്
ഉപയോഗിക്കുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ കനം കുറഞ്ഞ പ്രൊഡക്ട്സുമാണ്. ഇത് നമ്മൾ ജസ്റ്റ് അതിൽ വരിഞ്ഞ് ചുറ്റിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആകണ്ട. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു MTA ആണ്, PVCയുടെ MTA വരുന്നത്. ഇതിൻ്റെ ഔട്ടറിലാണ് ത്രെഡ് വരുന്നത്. ഇനി വേറൊരു പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടാം. അത് നമുക്ക് FTA എന്ന് പറയും. ഇന്നറിൽ ത്രെഡ് വരുന്നത്. ഇത് ഇന്നറിലാണോ, ഇത് ഔട്ടറിൽ വന്നു, ഇത് ഇന്നറിൽ വന്നു, അത് FTA ആണെന്ന് പറയുന്നത്. FTA നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്യുന്ന സമയത്ത് ത്രെഡുകൾ തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ വെള്ളം ലീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ടെഫ്ലോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ലീക്ക് ഉണ്ടാവില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് PVCക്കും CPVCക്കും ഏതൊക്കെ പശകളാണ് യൂസ് ചെയ്യുന്നതിനും ടെഫ്ലോൺ ടൈപ്പ് അതുപോലെ തന്നെ ഷെല്ലാക്ക് കാര്യങ്ങളൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുക, എങ്ങനെ ഉപയോഗിക്കുക ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.